അമേരിക്കയിൽ ദീർഘകാലമായി ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് പ്രവാസി മലയാളി കുടുംബങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തികവും നിയമപരവുമായ ആശങ്കയാണ് മക്കളുടെ ഗ്രീൻ കാർഡ് പ്രായപരിധി അഥവാ ചൈൽഡ് ഏജ് ഔട്ട് പ്രതിസന്ധി. മാതാപിതാക്കളുടെ H1B അല്ലെങ്കിൽ L1 വിസയെ ആശ്രയിച്ച് ജീവിക്കുന്ന മക്കൾക്ക് 21 വയസ്സ് തികയുമ്പോൾ അവരുടെ H4 ഡിപെൻഡന്റ് വിസ സ്റ്റേറ്റസ് നഷ്ടപ്പെടുകയും അവർ സ്വന്തമായി F1 സ്റ്റുഡന്റ് വിസയിലേക്ക് മാറാനോ അല്ലെങ്കിൽ അമേരിക്ക വിടാനോ നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ ഇന്ത്യക്കാരടക്കമുള്ള വിദേശി കുടുംബാംഗങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന പുതിയ നിയമനിർദ്ദേശങ്ങളും നിർണായകമായ USCIS ഭേദഗതികളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ വിശദമായി നോക്കുന്നതും ഈ നിയമം എന്തൊക്കെയാണെന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ചൈൽഡ് ഏജ് ഔട്ട് പ്രതിസന്ധി എന്ന് നാം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമപ്രകാരം ഗ്രീൻ കാർഡിനായുള്ള അപേക്ഷ സമർപ്പിക്കുമ്പോൾ 21 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മാത്രമേ മാതാപിതാക്കളുടെ കൂടെ ഡിപ്പെൻഡന്റ് ആയി ഉൾപ്പെടുത്താൻ സാധിക്കൂ. എന്നാൽ ഇന്ത്യക്കാർക്കുള്ള ഗ്രീൻ കാർഡ് ബാക്ക്ലോഗുകൾ പതിറ്റാണ്ടുകൾ നീളുന്ന ഒന്നായതിനാൽ ഗ്രീൻ കാർഡ് മുൻഗണനാ തീയതി അല്ലെങ്കിൽ പ്രയോറിറ്റി ഡേറ്റ് അടുക്കുമ്പോഴേക്കും കുട്ടികൾക്ക് 21 വയസ്സ് തികയുന്നു. അമേരിക്കയിൽ തന്നെ വളർന്ന് വിദ്യാഭ്യാസം നേടി ഇവിടുത്തെ സംസ്കാരവുമായി അലിഞ്ഞു ചേർന്ന ഈ കുട്ടികളെ ഡോക്യുമെന്റഡ് ഡ്രീമേഴ്സ് എന്നാണ് വിളിക്കുന്നത്. 21 വയസ്സ് തികയുന്നതോടെ ഇവർക്ക് സ്വയം തൊഴിലെടുക്കാനുള്ള അനുമതി നഷ്ടപ്പെടുകയും ഇൻസ്റ്റേറ്റ് ട്യൂഷൻ ആനുകൂല്യങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നു. ഈ ഗുരുതരമായ സാഹചര്യം പരിഹരിക്കുന്നതിനായി US കോൺഗ്രസിലും സർക്കാരിലും വലിയ തരത്തിലുള്ള നിയമനിർമ്മാണ സമ്മർദ്ദങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് അമേരിക്കാസ് ചിൽഡ്രൻ ആക്ട് എന്ന പേരിൽ സമഗ്രമായ ബില്ലിൽ സുപ്രധാന മാറ്റങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പുതിയ നിയമനിർദ്ദേശം പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ മാതാപിതാക്കൾക്ക് തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് അപേക്ഷ അഥവാ ഫോം I-140 ഫയൽ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ വയസ്സ് എത്രയാണോ അത് സ്ഥിരമായി ലോക്ക് ചെയ്തു നിർത്താൻ സാധിക്കും. അതായത് ഗ്രീൻ കാർഡ് ലഭിക്കാൻ 10 വർഷം എടുത്താലും അപേക്ഷ നൽകിയ സമയത്ത് കുട്ടിക്ക് 21 വയസ്സിൽ താഴെയായിരുന്നു എങ്കിൽ അവരെ ഗ്രീൻ കാർഡിന് അർഹരായി തന്നെ പരിഗണിക്കും. ഇതിനു പുറമെ USCIS തങ്ങളുടെ ചൈൽഡ് സ്റ്റേറ്റസ് പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ CSPA മാർഗനിർദ്ദേശങ്ങളിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ഇമിഗ്രേഷൻ രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. മുൻപ് ഗ്രീൻ കാർഡ് വിസ ബുള്ളറ്റിനിലെ ഫൈനൽ ആക്ഷൻ ഡേറ്റ് അടിസ്ഥാനമാക്കിയാണ് കുട്ടികളുടെ പ്രായം കണക്കാക്കിയിരുന്നതെങ്കിൽ പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം ഡേറ്റ് ഫോർ ഫയലിംഗ് ചാർട്ട് ഉപയോഗിച്ച് CSPA പ്രായം കണക്കാക്കാൻ അനുമതി ലഭിക്കുന്നു. ഇത് ആയിരക്കണക്കിന് മലയാളി കുട്ടികൾക്ക് 21 വയസ്സിന് മുമ്പ് തന്നെ ഗ്രീൻ കാർഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് അഥവാ ഫോം I-485 ഫയൽ ചെയ്യാനും EAD വർക്ക് പെർമിറ്റ് നേടാനും അവസരമൊരുക്കുന്നു. പ്രവാസി മലയാളി മാതാപിതാക്കൾ ഈ ഘട്ടത്തിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ കുട്ടികൾക്ക് 18 അല്ലെങ്കിൽ 19 വയസ്സ് തികയുമ്പോൾ തന്നെ പ്രൊഫഷണൽ ഇമിഗ്രേഷൻ അറ്റോർണി മുഖേന അവരുടെ CSPA പ്രായം കൃത്യമായി കണക്കാക്കുക. USCIS ഫോർമുല അനുസരിച്ച് കുട്ടിയുടെ നിലവിലെ പ്രായത്തിൽ നിന്നും ഗ്രീൻ കാർഡ് പെറ്റീഷൻ പെൻഡിംഗ് ആയിരിക്കുന്ന സമയം കുറച്ചാണ് CSPA ഏജ് നിശ്ചയിച്ചിരിക്കുന്നത്. രണ്ടാമതായി, കുട്ടി ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഗ്രീൻ കാർഡ് ലഭിക്കാൻ വൈകുകയാണെങ്കിൽ H4 വിസയിൽ നിന്നും F1 സ്റ്റുഡന്റ് വിസയിലേക്ക് മാറുവാൻ ആവശ്യമായ പ്രോസസ്സുകൾ ആരംഭിക്കുക. F1 വിസയിലേക്ക് മാറുന്നതിലൂടെ കുട്ടിക്ക് അമേരിക്കയിൽ പഠനം തുടരാൻ സാധിക്കുമെങ്കിലും പഠനത്തിന് ശേഷം 3 വർഷത്തെ STEM OTP കാലയളവിൽ പുതിയൊരു തൊഴിൽ ദാതാവിനെ കണ്ടെത്തി H1B ലോട്ടറി വഴി പുതിയ വിസ നേടേണ്ടി വരും. മൂന്നാമതായി, പ്രവാസി സംഘടനകളും ഡോക്യുമെന്റഡ് ഡീമേഴ്സ് കൂട്ടായ്മകളും വഴി അമേരിക്കൻ ചിൽഡ്രൻ ആക്ട് പാസ്സാക്കുന്നതിനുള്ള പിന്തുണ നൽകുക. നിയമനിർമ്മാണ സഭകളിൽ ഈ ബില്ല് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ വിസ കാത്തിരിപ്പിലുള്ള കുട്ടികൾക്ക് നേരിട്ട് വർക്ക് പെർമിറ്റും പഠനകാലത്ത് ഇൻസ്റ്റേ ഫീസുകളുടെ ആനുകൂല്യവും ഉറപ്പാക്കാൻ സാധിക്കും. അമേരിക്കയിൽ കൃത്യമായി നികുതി അടച്ച് ഇമിഗ്രേഷൻ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ച് ജീവിക്കുന്ന തൊഴിൽ വിസക്കാരുടെ മക്കൾക്ക് അർഹമായ നീതി ഉറപ്പാക്കുക എന്നത് അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും അത്യാവശ്യമാണ്. ഉയർന്ന വിദ്യാഭ്യാസം നേടി പ്രതിഭകളായ ഈ കുട്ടികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് തടയാൻ ഈ നിയമമാറ്റങ്ങൾ സഹായിക്കും. പ്രവാസി മലയാളി കുടുംബാംഗങ്ങൾക്ക് തങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനും അനാവശ്യ ലീഗൽ ചെലവുകളും മാനസിക സമ്മർദ്ദങ്ങളും ഒഴിവാക്കാനും ഈ നിയമപരമായ അപ്ഡേറ്റുകൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗ്രീൻ കാർഡ് ബാക്ക്ലോഗുകൾ, വിസ നിയമങ്ങൾ, ഇമിഗ്രേഷൻ നിയമങ്ങളിലെ തത്സമയ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് ഗ്ലോബൽ സമയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.